കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ യങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. യങ്ങിന് പ്രായം 19 വയസ്സ്. യങ് താമസിക്കുന്നത് അവളുടെ അമ്മയുടെ കൂടെയാണ്. അമ്മയ്ക്ക് ചെവി കേൾക്കില്ല, നന്നായി സംസാരിക്കാൻ സാധിക്കില്ല, കൂടാതെ ആസ്മയുടെ പ്രശ്നങ്ങളുമുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും അമ്മ യങ്ങിന്റെ ജീവനാണ്. കാത് കേൾക്കാത്ത യങ്ങിന്റെ അമ്മ സൈൻ ലാംഗ്വേജുകൾ ഉപയോഗിച്ചാണ് സംസാരിക്കുന്നത്. യങ് ആണെങ്കിൽ അമ്മയെ ചെറിയ ചെറിയ വാക്കുകളും സെന്റൻസുകളും ഒക്കെ സംസാരിക്കാൻ പഠിപ്പിക്കാനായി ശ്രമിക്കുന്നു. കാരണം സൈൻ ലാംഗ്വേജ് അറിയാത്ത ആളുകളുമായും അമ്മയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാലോ എന്ന് കരുതി അമ്മ ഇതൊക്കെ പഠിച്ചെടുക്കാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്, മകൾ പറയുന്നത് പോലെ ചെയ്യാനായി. കുറച്ചുനാൾ മുന്നേ വരെ യങ്ങിന്റെ അച്ഛൻ അമ്മയ്ക്ക് താങ്ങായും തണലായും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം ഈ അമ്മയും മകളും തനിയാണ് താമസിക്കുന്നത്. യങ് സ്കൂളിലേക്ക് പോകുന്ന സമയം അമ്മയ്ക്ക് ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ തനിയെ നോക്കേണ്ട അവസ്ഥയാണ്. യങ് അവളുടെ വീട്ടിലെ സാഹചര്യവും അമ്മയുടെ അവസ്ഥയും ഒക്കെ കണക്കാക്കി ഒരു ജോലിക്കായി പോകുന്നുണ്ട്. പക്ഷെ ഇതവൾ രഹസ്യമായാണ് പോകുന്നത്. അവളുടെ അമ്മയോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ. യങ് വളരെ മിടുക്കിയാണെന്നറിയാവുന്ന അവളുടെ കൂട്ടുകാരികൾ അവളോട് പാരലലായി പഠിച്ച് സിവിൽ സർവീസിന് വേണ്ടി എയിം ചെയ്യണമെന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു. കാരണം സിവിൽ സർവീസ് എന്നതാണ് യങ്ങിന്റെ ഉള്ളിലെ ആഗ്രഹം. അവരതിനായി കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ യങ്ങിന് നൽകുന്നുമുണ്ട്. ഇതേ സമയം യങ്ങിന്റെ അമ്മ ഒരു ജോലിക്ക് പോകുന്നു. അതൊരു ചെറിയ ഫാക്ടറിയാണ്. അവിടെ യങ്ങിന്റെ അമ്മയെ പോലെ മറ്റ് ചില സ്ത്രീകളും ചില പുരുഷന്മാരും ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സഹപ്രവർത്തകൻ പൊതുവെ അവിടെയുള്ള സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായി വളരെ കാര്യമായി പെരുമാറുന്ന ഒരാളാണ്. ഒരു ദിവസം യങ്ങിന്റെ അമ്മയുടെ കൈ തയ്യലിന്റെ ഇടയിൽ മുറിയുമ്പോൾ അയാളാണ് അതിന് വേണ്ട മരുന്നും കാര്യങ്ങളും വെച്ചു കൊടുക്കുന്നതുമൊക്കെ. യങ്ങാണെങ്കിൽ ഇതുപോലുള്ള സന്മനസ്സുള്ള സഹപ്രവർത്തകരുള്ളത് കൊണ്ട് തന്നെ തന്റെ അമ്മ നല്ലൊരു ചുറ്റുപാടിലാണ് ഉള്ളതെന്ന ആശ്വാസത്തിലാണ് ഇരിക്കുന്നത്. യങ് സ്കൂളിൽ പോകുന്നത് പോലെ എടുക്കുന്ന പല ഫോട്ടോസും അവളുടെ അമ്മയ്ക്ക് ഫോണിൽ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അമ്മ അതെല്ലാം കാണുന്നതും മകളെ പറ്റി ഓർത്ത് സന്തോഷിക്കുന്നതും പതിവാണ്. ഒരു ദിവസം അങ്ങനെ ജോലിക്കിടയിൽ യങ് അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കിയിരിക്കുന്ന യങ്ങിന്റെ അമ്മയുടെ അടുത്ത് ആ സഹപ്രവർത്തകൻ എത്തി. യങ്ങിന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ യങ് വളരെ സുന്ദരിയാണല്ലോ, അവളെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ യങ്ങിനെ പറ്റി മോശമായും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. തന്റെ മകളെ പറ്റി ഒരാൾ ഇങ്ങനെ മോശം വാക്കുകൾ ഉച്ചരിക്കുന്നത് കേട്ടിട്ട് ആ അമ്മയ്ക്ക് എങ്ങനെ സഹിക്കാനാകും? അവന്റെ കർണക്കുറ്റിക്കിട്ട് തന്നെ ഒരെണ്ണം പൊട്ടിക്കുന്നു. ഇവൻ എപ്പോഴും അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാനായി കമ്പനിയിലേക്ക് എത്തുന്ന യങ്ങിന്റെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. അത് പക്ഷെ ഈ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. യഥാർത്ഥത്തിൽ ഇയാൾക്ക് യങ്ങിനോടുണ്ടായിരുന്നത് ദിവ്യ പ്രണയമൊന്നുമല്ല. അയാൾ ആളൊരു മോശ സ്വഭാവത്തിനുടമയാണ്. പക്ഷെ കണ്ടാൽ ഒരു അയ്യോ പാവം ലുക്ക്, ആരോടും മാന്യമായ പെരുമാറ്റം. ഈ കാരണങ്ങൾ കൊണ്ട് അയാളെ കാണുന്ന ആളുകൾ അയാൾ ഒരു മാന്യനാണെന്ന് തെറ്റിദ്ധരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ ഒരു പകൽ മാന്യനാണ്. സ്ത്രീകളോട് തരം കിട്ടിയാൽ മോശമായാണ് അയാൾ പെരുമാറാറുള്ളത്. ഇയാളുടെ ഈ കൊള്ളരുതായ്മയ്ക്ക് ഒരു ദിവസം യങ് ഇരയാവുന്നു. അയാൾ അവളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു. ഇതേസമയം യങ്ങിനെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് യങ്ങിന്റെ അമ്മ അവളെ തിരക്കി നടക്കുകയാണ്. തളർന്ന് അവശയായി കിടക്കുന്ന യങ്ങിനോട് നീ ഇത് വെളിയിൽ പറഞ്ഞാൽ നിന്റെ അമ്മയും ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുന്നു. ഇയാൾ അമ്മയുടെ സഹപ്രവർത്തകനായതുകൊണ്ട് തന്നെ ഇയാളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ തന്റെ അമ്മയ്ക്ക് അത് ഏത് സമയവും അപകടത്തിൽ കലാശിക്കാമെന്ന് മനസ്സിലാക്കുന്ന യങ് സർവ്വശക്തിയും എടുത്ത് ഒരു വലിയ പാറക്കല്ല് പൊക്കിയെടുത്ത് അയാളെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുന്നു. അങ്ങനെ പിന്നീട് ഇത് പുറം ലോകം അറിയുന്നു. യങ് ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ട പെണ്ണാണ്. അവളെ ഉപദ്രവിച്ച ആളെയാണ് അവൾ കൊന്നത്. എങ്കിൽ പോലും ഇപ്പോൾ കൊലപാതക കുറ്റമാണ് അവളുടെ മേലിൽ പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. അവൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്നതൊന്നും യാതൊരു വിധത്തിലും കോടതിയോ പോലീസുകാരോ പരിഗണിക്കുന്നേയില്ല. കൂടാതെ ഇപ്പോൾ പഠിക്കാൻ പോവാത്ത സ്റ്റുഡന്റ് ഐഡി ഇല്ലാത്ത യങ്ങിനെ ഒരു അഡൽട്ടായി കണക്കാക്കി അവളെ ആ രീതിയിലാണ് കേസിൽ അപ്രോച്ച് ചെയ്യുന്നത്. യങ്ങിന് അവൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ചെയ്തതാണെന്നോ അല്ലെങ്കിൽ അയാൾ ഇത്തരം മോശപ്പെട്ട സ്വഭാവത്തിന് ഉടമയാണെന്നോ പ്രൂവ് ചെയ്യാനുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം അവൾക്കെതിരാണ്. അങ്ങനെ കോടതി യങ്ങിനെ 5 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട യങ് സെൽ നമ്പർ 12 തടവുകാരിയായി വരുന്നു. യങ്ങിന് പുറമെ ആ സെല്ലിൽ ഓൾറെഡി 5 തടവുകാരുണ്ട്. എല്ലാം സ്ത്രീകൾ തന്നെയാണ്. അതിൽ ഒരു സ്ത്രീ മാനസികമായി കുറച്ച് പ്രശ്നമുള്ളതാണ്. അവർ യങ് വന്നപാടെ യങ്ങിനെ ആക്രമിക്കുന്ന പോലെ പെരുമാറുന്നു. ആ സമയം സഹതടവുകാരാണ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നീട് ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ യങ് ഭക്ഷണമൊന്നും കഴിക്കാതെ ഭക്ഷണത്തോട് വിമുഖത കാണിക്കുമ്പോൾ ആ ഒരു സെല്ലിലെ തടവുകാരിൽ സീനിയറായ ചുവന്ന അക്കങ്ങളിൽ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്ന സൂൺ എന്ന സ്ത്രീ ആരോഗ്യം കളഞ്ഞു പൊളിച്ച് ഒന്നും ചെയ്യരുത്, ഇവിടെ നിന്ന് ഒരു നാൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം നിനക്ക് ആരോഗ്യമായിരിക്കും തുണയായി ഉണ്ടായിരിക്കുന്നത് എന്ന് അവളെ ഉപദേശിക്കുന്നു. കൂടാതെ ജയിലിലും പണിയെടുക്കേണ്ടി വരില്ലേ, അതിനും ആരോഗ്യം വേണമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയം ഈ സൂൺ എന്ന ലേഡിയുടെ ചുവന്ന അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് അവരുടെ ഈ ഒരു ജയിലിലെ കാലാവധി കഴിഞ്ഞ ശേഷം റിലീസ് ചെയ്യാതെ അവരെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് എന്നതാണ്. ഇതെല്ലാം യങ് മനസ്സിലാക്കുന്നു. കൂടാതെ
ഈ തടവുകാരിൽ ഒരാൾ മാത്രം വ്യത്യസ്തമായ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. ആ കാര്യവും അവൾ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നു. പിന്നീട് ജയിലിലെ ജോലികൾ ചെയ്യാനായി പോകുന്ന സമയത്താണ് യങ് മനസ്സിലാക്കുന്നത് ഇവിടെ അവളെ പോലീസുകാരൊക്കെ സംബോധന ചെയ്യുന്നത് അവളുടെ പേരായ യങ് എന്നതുകൊണ്ടല്ല, അവളുടെ ഈ ജയിലിലെ 2037 എന്ന നമ്പർ കൊണ്ടാണെന്ന്. യാതൊരു തെറ്റ് ചെയ്യാതെയും സാഹചര്യം അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന്റെ പേരിൽ ഇവിടേക്ക് എത്തപ്പെട്ട യങ്ങിനോട് യാതൊരു കരുണയുമില്ലാതെയാണ് ജയിലിലെ പോലീസുകാർ പെരുമാറിയിരുന്നത്. അവൾ ജോലിക്കെല്ലാം ശേഷം തിരിച്ച് സെല്ലിൽ വന്നിരുന്ന് വളരെയധികം സങ്കടപ്പെടുന്നു, തന്റെ വിധി ഇങ്ങനെ ആയല്ലോ എന്നോർത്ത്. ആ സമയം സൂൻ എന്ന ആ സ്ത്രീ യങ്ങിന്റെ അടുത്തെത്തി പറയാണ്, ഞാൻ എന്റെ മകനെ കൊന്ന ആളിനെയാണ് കൊന്നത്. അവനെ മാത്രല്ല അവന്റെ കുടുംബത്തെ ഞാൻ തകർത്തു കളഞ്ഞു. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരികളാണ്, പക്ഷെ അത് മനസ്സിലാക്കാൻ ഈ സമൂഹത്തിന് സാധിക്കുന്നില്ല എന്നെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ തെറ്റ് ചെയ്തവന് പുറമെ അവന്റെ കുടുംബത്തിലുള്ളവരെയും കൂടി കൊന്ന് പക വീട്ടിയതിൽ തനിക്ക് നല്ല കുറ്റബോധമുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. പക്ഷെ എല്ലാം വൈകിയിരിക്കുന്നു. അങ്ങനെ എന്തായാലും ദിവസങ്ങൾ കടന്നുപോകെ ഈ ഒരു തടവുകാരുമായുള്ള സമ്പർക്കം മൂലം പെട്ടെന്ന് സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ യങ്ങിന് സാധിക്കുന്നു. സഹതടവുകാർ കത്തെഴുതുന്നത് പോലെ യങ്ങും അവളുടെ അമ്മയ്ക്ക് കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ മകളെ കാണാനായി ജയിലിലേക്ക് എത്തുന്നു. അവൾക്ക് നിറയെ പലഹാരങ്ങളുമായി. പക്ഷേ പുറമേ നിന്നുള്ള പലഹാരങ്ങൾ ജയിൽ പുള്ളികൾക്ക് കൊടുക്കില്ല എന്ന കാര്യം ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. എന്തായാലും മകളെ കാണുന്ന സമയം സ്ട്രോങ് ആയി നിൽക്കാൻ ആ അമ്മ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടു കഴിയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കണമെന്നറിയാതെ യങ്ങും വല്ലാതെ സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ യങ്ങിന് ഒരു ദിവസം വയ്യാഴിക വരുന്നു. ജയിലിലെ ഡോക്ടർ പരിശോധിച്ച ശേഷം അവൾ ഗർഭിണിയാണെന്ന കാര്യം അറിയിക്കുന്നു. അന്ന് അമ്മയുടെ സഹപ്രവർത്തകൻ ഉപദ്രവിച്ചതിനെ തുടർന്നാണ് താൻ അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന യങ്ങിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ വല്ലാതെ അസ്വസ്ഥയാവുന്നു. ആ സമയം സൂൻ ഒരു അമ്മ മകളെ സമാധാനിപ്പിക്കുന്ന പോലെ യങ്ങിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ സെല്ലിൽ എത്തിക്കഴിയുമ്പോൾ മുന്നേ യങ്ങിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ മാനസിക പ്രശ്നമുള്ള ലേഡി യങ്ങിനെ വീണ്ടും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്ങനെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാവുന്നു. അവൾ അമ്മയിൽ നിന്ന് തന്റെ ഈ ഒരു പ്രഗ്നൻസി മറച്ചു പിടിക്കാനായി തീരുമാനിച്ച് തുടർന്ന് അമ്മ ജയിലിൽ കാണാനായി വരുമ്പോൾ കാണാൻ പോവാതിരിക്കുന്നു. മകൾ എന്തുകൊണ്ടാണ് തന്നെ കാണാൻ വരാത്തത് എന്ന കാര്യം അമ്മയെ വളരെയധികം സങ്കടപ്പെടുത്തുന്നു. തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു, അതും തന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവന്റെ കുഞ്ഞെന്ന കാര്യം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. അവൾ പലപ്പോഴും അവളുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ആലോചിച്ചു. അതിനായി ചെറിയ ശ്രമങ്ങളും നടത്തുന്നു. പക്ഷെ അവൾക്ക് സാധിക്കുന്നില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് ജീവിച്ചേ മതിയാവൂ. അവൾ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയായിരുന്നല്ലോ. അമ്മയെ നന്നായി നോക്കണം, സിവിൽ സർവീസ് നേടണം എന്നതൊക്കെ ആയിരുന്നു അവളുടെ ആഗ്രഹങ്ങൾ. ഇത് മനസ്സിലാക്കുന്ന സഹതടവുകാർ എന്തുകൊണ്ട് ഒരു വുമൺ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ സഹായം തേടിക്കൂടാ എന്ന് യങ്ങിനോട് തിരക്കാണ്. ചിലപ്പോൾ അവർ പബ്ലിക് ഒപ്പീനിയൻ ആരാഞ്ഞ് കൂടുതൽ പേർ എങ്ങനെ സപ്പോർട്ട് ചെയ്താൽ എങ്ങിന്റെ ജയിലിലെ കാലാവധി കുറഞ്ഞു കിട്ടുമെന്ന് അവർ പറയുമ്പോൾ ഇത് മറ്റുള്ളവരറിഞ്ഞ് നാണക്കേടോടെ പുറത്തിറങ്ങുന്നതിലും നല്ലത് ഞാൻ ഇങ്ങനെ തന്നെ 5 വർഷം ജയിലിൽ കഴിയുന്നതാണെന്ന് യങ് പറയാണ്. ഞാനൊരു കൊലയാളിയാണെന്നതും ഞാൻ കൊന്നവന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ടെന്നതും ആരും അറിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നെല്ലാം അവൾ ആവർത്തിക്കുന്നു. പ്രത്യേകിച്ച് അമ്മ കുഞ്ഞിന്റെ കാര്യം അറിയരുത് എന്നാണ് യങ് ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന സഹതടവുകാർ നീ വിചാരിച്ചതിലും നിന്റെ അമ്മ വളരെ സ്ട്രോങ് ആണെന്നെല്ലാം അവളെ സമാധാനിപ്പിക്കുന്നു. എന്തായാലും യങ് നല്ല രീതിയിൽ തന്നെ ജയിലിൽ അവൾക്ക് കിട്ടുന്ന പണികൾ ചെയ്യുന്നുണ്ട്. അതിന്റേതായ പെരുമാറ്റത്തിൽ വ്യത്യാസം പോലീസുകാർ അവളോട് കാണിക്കുന്നുമുണ്ട്. യങ് അവളുടെ അമ്മയ്ക്ക് കത്തെഴുതുന്നു. നമുക്ക് റീട്രയലിന് വേണ്ടി അപ്രോച്ച് ചെയ്യാം, പക്ഷെ 1 വർഷം അമ്മ കാത്തിരിക്കണം, അതിനുശേഷം നമുക്ക് ചെയ്യാമെന്നാണ് അവൾ പറയുന്നത്. കാര്യം അവളുടെ കുഞ്ഞിന്റെ കാര്യം മറച്ചു വെക്കാൻ തന്നെ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. വളരെ വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വയറ്റിൽ കലശലായ വേദനയൊക്കെ അനുഭവപ്പെടുന്നു. തുടർന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നത് യങ് ഇപ്പോൾ 6 മാസം പ്രഗ്നന്റ് ആണെന്നാണ്. പക്ഷെ യങ്ങിന്റെ വയറ്റിലെ കുഞ്ഞ് ഇപ്പോഴും കുഞ്ഞായി തന്നെ ഇരിക്കുന്നു. അതിന് മാസത്തിനൊത്ത വളർച്ച എത്തിയിട്ടില്ല. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രഗ്നൻസിയോട് റിജക്ഷൻ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുന്നതെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞിനോട് യങ്ങിന് യാതൊരു താല്പര്യവുമില്ല. ഇതേ സമയം യങ്ങിനെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാറുള്ള ആ സെല്ലിലെ തടവുകാരി യങ്ങിനോട് പതിയെ കെയർ കാണിച്ചു തുടങ്ങുന്നു. അവരുടെ പേര് കങ് എന്നാണ്. കങ് ഈ സെല്ലിൽ വരുന്നതിന് മുന്നേ അവരുടെ ഗർഭിണിയാകാനുള്ള ശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടതായിരുന്നു. അവർക്കൊരിക്കലും കുഞ്ഞുണ്ടാവില്ല എന്ന ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയ യങ്ങിനെ കാണുമ്പോൾ അവർക്ക് പ്രത്യേക ഒരു അനുകമ്പ അവളോടിപ്പോൾ തോന്നുന്നു. ഇതേ സമയം യങ്ങിന്റെ കൂടെയുള്ള ഒരു തടവുകാരിക്ക് അവരുടെ അച്ഛൻ മരിച്ചു എന്ന വാർത്ത അറിയുന്നു. അച്ഛന്റെ മരണത്തിൽ അവർ വളരെയധികം സങ്കടപ്പെടുന്ന സമയം യങ്ങാണ് അവർക്ക് ആശ്വാസമായി കൂടെ നിൽക്കുന്നത്. അങ്ങനെ യങ്ങിന്റെ റീട്രയലിന്റെ ദിവസം വന്നെത്തുന്നു. മുന്നേ അമ്മയോട് പറഞ്ഞതിന് വിപരീതമായി 1 വർഷം ആകുന്നതിന് മുന്നേ ആണ് ഈ ഒരു ട്രയൽ ഇപ്പോൾ നടത്തുന്നത്. അവിടെ വെച്ച് ജഡ്ജിയോട് തനിക്ക് പറയാനുള്ളതെല്ലാം യങ് വീണ്ടും പറയുന്നു. എന്നെ ഉപദ്രവിച്ച ഒരാളെയാണ് എനിക്ക് ആ സാഹചര്യം മൂലം കൊലപ്പെടുത്തേണ്ടി വന്നത്. പക്ഷെ ഞാൻ ഒരു ജീവൻ എടുത്തു എന്ന ആ ഒരു കാര്യം കൊണ്ട് കോടതി തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.
ഇപ്പോഴത്തെ പോലെ 5 വർഷം തടവിൽ കഴിഞ്ഞ് പിന്നീട് സാധാരണ ഒരു ജീവിതം നയിക്കുന്നതിനോടായാലും എനിക്ക് കുഴപ്പമില്ല എന്നെല്ലാം അവള് പറയുന്നു. കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച ശേഷം 5 വർഷം എന്നുള്ളത് ഇപ്പോൾ 1 വർഷത്തേക്കാക്കി ചുരുക്കിയിരിക്കുകയാണ്. ആ ഒരു കാര്യം യങ്ങിന്റെ സഹ തടവുകാരെ സന്തോഷിപ്പിക്കുന്നു. ഇതേ സമയം യങ്ങിന്റെ വയർ പതിയെ വലുതാകാൻ തുടങ്ങുന്നു. യങ്ങിന്റെ സഹ തടവുകാർ ആ കുഞ്ഞിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാണ്. ലോണ്ടറി സെക്ഷനിൽ ജോലി കിട്ടുന്ന സമയം കുറച്ച് തുണികൾ വീതം ഒളിപ്പിച്ചു വെക്കുക, കുട്ടിക്ക് വേണ്ടി സ്ക്രാപ്പുകൾ കൊണ്ട് കളിപ്പാട്ടം ഉണ്ടാക്കുക, കുട്ടിക്കായി നല്ലൊരു പേര് ആലോചിക്കുക, അങ്ങനെ പല കാര്യങ്ങളും. എങ്ങും പതിയെ പതിയെ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് തോന്നിയത് കൊണ്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒടുക്കം അവർ കുഞ്ഞിന് നല്ലൊരു പേര് കണ്ടെത്തുന്നു. ബോണി എന്നതാണ് ആ ഒരു പേര്. ബോണി എന്ന പേരിന്റെ അർത്ഥം സംരക്ഷകൻ എന്നാണ്. ഇതിന്റെ ഇടയിൽ യങ് തലവേദനയ്ക്കായി പലപ്പോഴും മരുന്നുകൾ വാങ്ങി അത് കഴിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾക്ക് കഠിനമായ പ്രസവ വേദന എടുക്കുന്നു. തനിക്ക് ഉടനെ കുഞ്ഞ് പിറക്കുമെന്ന് മനസ്സിലാക്കുന്ന യങ് അവൾ കൂട്ടിവെച്ച തലവേദനയുടെ ഒക്കെ ഗുളികകൾ ഒന്നിച്ചു കഴിച്ച് മരിക്കാനായി ശ്രമിക്കുന്നു. മുന്നേ പറഞ്ഞ പോലെ യങ് അവളുടെ കുഞ്ഞിനോട് പതിയെ പതിയെ അനുകമ്പ കാണിച്ചു തുടങ്ങിയിരുന്നുവെങ്കിലും ഇതൊരു വൃത്തികെട്ടവന്റെ കുഞ്ഞാണെന്ന കാര്യം അവളെ വല്ലാതെ ആ ഒരു പ്രസവ വേദന എടുത്ത സമയം അലട്ടാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവൾ ഈ കുഞ്ഞിനെ ജനിച്ചു കഴിയുമ്പോൾ അതിന് സമൂഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ആ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനായി ഇങ്ങനെ ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും മുന്നേ സഹ തടവുകാർ എങ്ങനെ കാണുകയും മെഡിക്കൽ കെയറിനായി അധികൃതരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് പ്രസവത്തിനായി ഡോക്ടർ എങ്ങനെ ചികിത്സിക്കുന്നത്. യങ് വളരെ ക്രൂഷ്യൽ കണ്ടീഷനിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. അതൊരു പെൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന് അവർ ബോണി എന്ന് പേരിടുന്നു. ഇതേസമയം യങ് സെൽ നമ്പർ 12 അവളുടെ കൂടെ കഴിഞ്ഞ തടവുകാർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം അവരെ പറ്റി കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തർക്കും പോസിറ്റീവ് എനർജിയാണ് അവൾ അവളുടെ വാക്കുകളിലൂടെ പകരുന്നത്. പക്ഷെ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം കോമയിലേക്കാണ് യങ് പോകുന്നത്. യങ്ങിന്റെ അമ്മ മകളുടെ ഈ ഒരു അവസ്ഥ കണ്ട് വല്ലാതെ സങ്കടപ്പെടുന്നു. ഏത് സമയവും അവളുടെ അടുത്ത് തന്നെ താങ്ങായും തണലായും ഒന്നും അറിയാതെ അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന യങ്ങിന്റെ അടുത്തിരിക്കുന്നു. ചികിത്സ കൊണ്ടോ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ ദൈവം കരുണ കാണിച്ച് യങ് പതിയെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ അവളുടെ 1 വർഷത്തെ ജയിൽവാസം അവസാനിക്കുന്നു. യങ് ജന്മം കൊടുത്ത പെൺകുഞ്ഞിനെ അവളുടെ സഹതടവുകാരിയായ ഒരു സ്ത്രീ തന്നെയാണ് എടുത്ത് പിന്നീട് വളർത്തുന്നത്. ആ സഹതടവുകാരി മറ്റാരുമല്ല, കുഞ്ഞുണ്ടാവില്ല എന്ന് മുന്നേ പറഞ്ഞ അതേ തടവുകാരി തന്നെ. അവരും അവരുടെ ഹസ്ബൻഡും സ്വന്തം മകളെ പോലെ ആ കുട്ടിയെ വളർത്തുന്നു. ജയിലിൽ കഴിഞ്ഞ ഒരാൾക്ക് ജയിൽ മോചനത്തിന് 5 വർഷങ്ങൾക്ക് ശേഷമേ ആ നാട്ടിൽ എന്തെങ്കിലും ഗവൺമെന്റ് ജോലിക്കായുള്ള എക്സാം ഒക്കെ എഴുതാൻ സാധിക്കൂ. അങ്ങനെ ജയിലിൽ നിന്നിറങ്ങി അടുത്ത 4 വർഷങ്ങൾ അമ്മയുടെ കൂടെ ജീവിച്ച് കഠിനമായി പഠിച്ച് തന്റെ സ്വപ്നം നേടാനായി പരിശ്രമിക്കുകയായിരുന്നു യങ്. അങ്ങനെ 5ാമത്തെ വർഷം അവൾ സിവിൽ സർവീസ് എക്സാമിനായി അപ്ലൈ ചെയ്ത് അത് എഴുതി പാസ്സാകുന്നു. തുടർന്ന് അവൾ കൈവിട്ടു പോയെന്ന് കരുതിയ ജീവിതം വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ഉണ്ടായ ആ കാര്യങ്ങൾ ഒരു ദുസ്വപ്നം പോലെ മറന്നു കളയാനായി അവൾ ശ്രമിക്കുന്നു. ഒരിക്കലും അവൾ ചെയ്തത് അവളുടെ തെറ്റുകൊണ്ടല്ല. അവളെ നശിപ്പിച്ച ഒരാളെ അമ്മയും കൂടി നശിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനായാണ് അവൾ കൊലയാളിയായി മാറിയത്. സാഹചര്യങ്ങൾ മൂലം ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നവർക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. പരിശ്രമിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നതിന്റെ ഉദാഹരണമാണ് യങ്ങിന്റെ ജീവിതം. വിധിക്കൊരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ പൊരുതാൻ തയ്യാറാണെങ്കിൽ. അമിതമായി ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല എന്നും യങ് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഒരു നോട്ടോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷണൽ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.